എല്ലാവരും ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇത്തവണ പാലക്കാട് അലയടിക്കാൻ പോകുന്നത്. പിണറായി വിജയന്റെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിനെതിരെ നേരിട്ട് സമരം നയിക്കുന്ന യുവരക്തമായി പാർട്ടിയിൽ ഇത്തവണ ഷാഫി പറമ്പലിനൊപ്പം മത്സര രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. പാലക്കാട് മുൻ എം.എൽ.എ ആയിരുന്ന ഷാഫി പറമ്പലുമായി വലിയ അടുപ്പമുള്ള നേതാവും അതിലുപരി കോൺഗ്രസിലെ യുവാക്കളുടെ ഹരമായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ പറയുന്നതിലും നല്ലത് ചാനൽ ചർച്ചയിലെ കോൺഗ്രസിന് മുഖം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ അറസ്റ്റും ദിവസങ്ങളോളം നീണ്ടുനിന്ന ജയിൽവാസവുമെല്ലാം പാർട്ടിയിൽ രാഹുലിന്റെ ഇമേജ് തളർത്തിയെങ്കിലും പിണറായി വിജയന്റെ സർക്കാരിനെതിരെ നേരിട്ട് സമരം നയിക്കുന്ന പോരാളി എന്നതിൽ രാഹുൽ ആഘോഷിക്കപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ ഷാഫിക്ക് പകരക്കാരനായി രാഹുൽ നിരത്തിലിറങ്ങിയാൽ ശക്തമായ സമരം കാഴ്ചവെക്കാമെന്നുള്ള വിജയുറപ്പാണ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളിൽ കുത്തനെ കുറവ് വന്നെങ്കിലും ഇതിനൊക്കെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ആത്മവിശ്വാസത്തിലായിരുന്നു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDFന് ഇത്തവണ ലഭിച്ചത് 52,779 വോട്ടാണ്. തൊട്ടു പിന്നാലെ ഓടിക്കയറാൻ നോക്കിയ BJPയേക്കാൾ 9,707 വോട്ടിന്റെ ഭൂരിപക്ഷം ഇവർക്കുണ്ട്. ഈ വിജയം നഗരസഭാ പരിധിയിലും മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതിനാൽ ഇതിനെ അതേ ട്രെൻഡ് ഉപയോഗിച്ച് മുന്നോട്ട് കരുക്കൾ നീക്കിയാൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമെന്ന് ഉറപ്പാണ് കോൺഗ്രസിന്. മാത്രമല്ല, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കരുക്കൾ കൂട്ടുന്ന BJP എന്തുവില കൊടുത്തും പാലക്കാട് പിടിക്കാനാണ് ആലോചന. അതേസമയം ശക്തനായ നേതാവ് ഇറങ്ങിയാൽ അട്ടിമറി വിജയം നേടാമെന്നാണ് അവരുടെ വിചാരം. അതിനായി സ്ഥാനാർത്ഥി ചർച്ചകൾ BJPയിലും തുടങ്ങിയിട്ടുണ്ട്. അതിന് ഇക്കുറി BJPയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിപ്പിക്കാനാണ് സൂചന. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് മത്സരിക്കാൻ യോഗ്യനെന്നും തുടർന്ന് BJPക്ക് പാലക്കാട് വിജയിക്കാൻ സാധിക്കില്ലെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ഒരു ഓൺലൈൻ മാധ്യമ ചാനലിൽ പ്രതികരിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് ആവർത്തിച്ചുകൊണ്ടായിരുന്നു മത്സരിക്കാൻ യോഗ്യൻ രാഹുലെന്ന് അദ്ദേഹം പറഞ്ഞത്. പാലക്കാട് നഗരസഭയിൽ മാത്രമാണ് കോൺഗ്രസ് BJP മത്സരം. മറ്റ് 3 പഞ്ചായത്തുകളിലും UDFന് ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് വട്ടിയൂർക്കാവ് കൈവിട്ടതുപോലെ പാലക്കാട് ഒരിക്കലും കൈവിട്ടു പോകില്ല. നിലവിൽ രാഹുൽ മത്സരിക്കുന്നതോടാണ് ഷാഫിക്ക് താൽപര്യം. അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം. K മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സീറ്റിംഗ് മണ്ഡലമായ പാലക്കാട് BJPക്ക് 2ാം സ്ഥാനമാണ്. ഇതിനിടയിൽ ചേലക്കര പിടിച്ചെടുക്കാമെന്നുള്ള പ്രതീക്ഷ K മുരളീധരൻ പങ്കുവച്ചു. ഗുരുവായൂർ കഴിഞ്ഞാൽ ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് ചേലക്കര. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ എനിക്കായിരുന്നു ലീഡ്. ലീഗിന്റെ ശക്തി തന്നെയാണ് ഇതിനു പിന്നിൽ. കോൺഗ്രസും ലീഗും ശക്തമായി പ്രവർത്തിച്ചാൽ ചേലക്കര കൂടെ പോരുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നത്. ആലത്തൂര് പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ മത്സരിപ്പിക്കണമെന്നാണ് കോൺഗ്രസിലെ നിലവിലെ ചർച്ച. ചേലക്കരയിലെ മന്ത്രിയുടെ ഭൂരിപക്ഷവും മന്ത്രിയുടെ വാർഡിലടക്കം മുന്നേറാനായതും രമ്യയ്ക്ക് അനുകൂല ഘടകമാണെന്നും ലക്ഷ്യം വെക്കുന്നുണ്ട്. സിനിമയിൽ നിന്നും നടൻ രമേശ് പിഷാരടി കോൺഗ്രസ് പരിപാടികളും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രചരണങ്ങളിലുമെല്ലാം സജീവമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫിക്ക് വേണ്ടിയും പ്രചരണത്തിനിറങ്ങിയത് ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. ഇത്തവണ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് UDF മുന്നേറിയപ്പോൾ ഇനി വരാൻ പോകുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരും ശക്തനായ എതിരാളിയായിട്ടാണ് UDFനെ വീക്ഷിക്കുന്നത്. അതേസമയം ഇവരുടെ കരുക്കളെ ഭയത്തോടെ കാണുന്നുമുണ്ട്.